ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെറും 4 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതോടൊപ്പം 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും ഒരു 60 ml പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചാൽ തന്നെയും നമുക്ക് നമ്മുടെ ഒരു പുഡിങ്ങിൻ്റെ ജോലി സലീം കുമാർ പറയുന്നത് പോലെ ഷടപടേ എന്നങ്ങ് ചെയ്ത് തീർക്കാം. ഇവിടെ ഇപ്പോൾ ഈ പാലും കോൺഫ്ലോറും കൊക്കോ പൗഡറും എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് അളവിൽ പാലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇടവിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഈ പാൽ അത്യാവശ്യം തിളച്ച് തുടങ്ങി കഴിയുമ്പോഴേക്കും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കോൺഫ്ലോറും അതുപോലെ കൊക്കോ പൗഡറും പാലും എല്ലാം അടങ്ങിയ ഒരു മിശ്രിതം ഉണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ശേഷം വളരെ പെട്ടെന്ന് ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റോളം കഴിയുമ്പോഴേക്കും ഈ ചേർത്ത് കൊടുത്ത കോൺഫ്ലോർ മിക്സും പാലും എല്ലാം കൂടി ചെറിയ തോതിലൊന്ന് കുറുകി തുടങ്ങും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ മധുരമൊന്നും ഉണ്ടാവില്ല, ഏകദേശം ഒരു മീഡിയം മധുരം മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചേർത്ത് കൊടുത്ത പഞ്ചസാര അലിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അളവിൽ പഞ്ചസാര ചേർത്തിളക്കാം. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മുടെ പുഡിങ് കറക്റ്റ് പരുവത്തിൽ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ സ്പൂണിലോ അല്ലെങ്കിൽ സ്പാച്ചുലയിലോ ചെറുതായിട്ടൊന്ന് ഒട്ടി ചെറിയ തോതിലൊന്ന് ഒലിച്ചിറങ്ങുന്ന പരുവത്തിൽ വേണം നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ. ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ ചൂടോടുകൂടി തന്നെ വേണം നമുക്ക് ഈ തയ്യാറാക്കി വെച്ച പുഡിങ് ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒരു പക്ഷേ ചൂടാറട്ടെ എന്ന് കരുതി നമ്മൾ ഈ പുഡിങ് പാനോടുകൂടി ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറുന്നതിനനുസരിച്ച് പുഡിങ് പാനിൽ തന്നെ അങ്ങ് സെറ്റായി പോവും. സോ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി വേണം ചൂടാറാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാൻ. ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും ഒരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ഫ്രിഡ്ജിൽ 30 മിനിറ്റോളം വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. ഒരു കാര്യം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് പെർഫെക്റ്റ് ആണെന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.